വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളി രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല. ഓഫ്, എന്ത് പറഞ്ഞാലും അപ്പൊ തുടങ്ങും നിന്റെ വൃത്തിയുടെ അണ്ണനാണ്. അണ്ണൻ എന്തിനാണ് ആവശ്യമുണ്ട് അഞ്ജലി ചേച്ചെടുത്ത് നോണ പറയാൻ പോയത്? ഉള്ള സത്യം കൂടെ പറഞ്ഞാൽ പോരായിരുന്നോ? കൂട്ടുകാരിക്ക് തല്ലുള്ളതിരിക്കാൻ വേണ്ടി ജീവിതം പാഴാക്കിയ കുളിക്കാട്ടുകാരൻ അണ്ണനാണെന്നുള്ള നഗ്നസത്യം. കുളിക്കാട്ടുകാരനല്ലടാ, കളിക്കൂട്ടുകാരൻ. ഓ പിന്നെ ഇപ്പൊ ഗ്രാമർ പ്രശ്നക്ക് നോക്കാൻ പറ്റുന്ന സമയമുള്ള അണ്ണ ഇപ്പൊ പറയണ കേക്ക്. എടാ, ഞാൻ ആ പഴയ സത്യനാരായണനാണെന്ന് ആ പൊതുവാളെങ്ങനെ അറിഞ്ഞാ പിന്നെ പറമ്പലെന്നല്ല ആ പഞ്ചായത്ത് പോലും കരുതില്ല. അല്ല, അണ്ണൻ ആ പൊതുവാളിനാണ് കെട്ടാൻ പോണത്. ആർക്കടികൊള്ളാതിരിക്കാൻ വേണ്ടി അണ്ണൻ എന്നാ ശരി ഉത്തരവ് വെട്ടിക്കളഞ്ഞത് അഞ്ജലിക്ക് ആണല്ല. ഇനി ആർക്കും വേണ്ടിട്ട് അണ്ണ പാതിരാത്രി സ്കൂളിൽ കയറിയത് അഞ്ജലി ചേച്ചിക്ക്. അപ്പൊ ഈ ഫ്ലാഷ് ബാക്ക് മൊത്തം ഒന്ന് റീവെന്റ് ചെയ്ത് കേൾപ്പിച്ച ഉറപ്പ് സെന്റിമെന്റ്സ് ഓർക്കോട്ടോ. അണ്ണ പറയണേക്ക് എത്രയും പെടുത്ത് പുറകെപ്പോ. ഇനി ബാംഗ്ലൂർക്ക് ബാംഗ്ലൂർക്ക് ഇതിപ്പൊ തന്നെ വിട്ടോ. താങ്ക് യു. അഞ്ജലി, മാഡം ഒന്ന് വേഗമാക്കോ. ഒരു മിനിറ്റ്. ഹേ സൂസൻ, മിസ്റ്റർ ആനന്ദ് വർമ്മയ്ക്ക് ബിസിനസ് ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഫ്രീക്വന്റ് ഫ്ലൈ കാർഡ് ഉണ്ടായിരുന്നില്ല. സോ അത് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. ക്വിക്ക്. ഓക്കെ സർ. എക്സ്ക്യൂസ് മീ, യെസ് ഈ ആനന്ദ് വർമ്മ എന്ന് പറഞ്ഞത് വർമ്മ ഡിസൈൻസിന്റെ? യെസ് സർ, VVIP ലോഞ്ചിലുണ്ട്. സാറിന്റെ ടിക്കറ്റിന്റെ കാര്യം ഒന്ന് ഇൻഫോം ചെയ്യാനാണ്. ഓക്കെ. സോറി സർ, മിസ്റ്റേക്ക് ആയിരുന്നു, റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. സാർ, സാറിന്റെ ഫസ്റ്റ് കസിൻ ഒരു മിസ്റ്റർ നരേന്ദ്ര വർമ്മ കാണണമെന്ന് പറയുന്നു. ഓക്കെ സർ. വർമ്മേട്ടാ ഒന്നും വിടാൻ പറയും. താങ്ക് യു. ഹലോ. ചാടി എഴുന്നേക്കരുത്, ഞാൻ ചാവരല്ല. ഇരിക്കും. വർമ്മേട്ടനെ മനസ്സിലായില്ലേ? ആ നിലമ്പൂർ കോവിലത്തോളം. ഇരിക്കും. എല്ലാവരും ഇരിക്കൂ. വർമ്മേട്ട എന്നെ പറഞ്ഞാൽ അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടാൽ അറിയും. ഞാനാണ് വർമ്മേട്ട, മനസ്സിലായില്ല? വർമ്മേട്ടൻ അവിടെ ഇരിക്കേ, കാണുമ്പോ തന്നെ ചാടി എഴുന്നേക്ക. എന്തൊരു ബഹുമാനം, ഇരിക്കേ. വർമ്മേട്ട ഭാര്യയില്ലേ ദേവിക വർമ്മച്ചിയുടെ വകയുള്ള അനിയത്തില്ലേ ശാരദോപ്പോള് എന്നെ ചെറുപ്പത്തിൽ എടുത്തെന്ന് പറഞ്ഞ എന്റെ തഴമ്പ് ഇപ്പോഴും എന്റെ ഒക്കത്തുനിന്ന് പോയിട്ടില്ല. അന്നിപ്പോ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വർമ്മേട്ട സത്യമായിട്ട് ഞാനൊരു മുട്ടം പ്രശ്നത്തിലാ. ഏട്ടൻ വിചാരിച്ച പുട്ടുപോലെ അത് പരിഹരിക്കാൻ പറ്റും. ഏട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം ഏട്ടാ. എന്റെ വർമ്മേട്ട ആളെ അറിയോ നോക്കിയിട്ടാണോ നമ്മൾ ആക്സിഡന്റ് പറ്റി ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നത്? എല്ലാത്തിനേക്കാളും വലിയൊരു അപകടത്തിൽ ഞാനിപ്പോ. ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞ എന്റെ ജീവിതം രക്ഷപ്പെടും. ഞാൻ കാല് പിടിക്കേട്ടാ. സോറി, പിടിച്ചത് കൈയാണെങ്കിലും കാലാന്ന് വിചാരിക്കേട്ടാ. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏട്ടാ, എന്റെ ഭാര്യ അവിടെ വെയിറ്റിംഗ് ലോഞ്ചിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ തമ്മില് വിവാഹമോചനത്തിന്റെ വക്കില. ഏട്ടനൊരു ചെറിയ കാര്യം ചെയ്താൽ മതി. അവളുടെ മുമ്പിൽ വെച്ച് എന്നെ നരൻ എന്നൊന്ന് വിളിക്കണം. എന്തിന്? ആനക്കാനയുടെ വലിപ്പറിയില്ല. ഏട്ടന് സ്വന്തം വാക്കിന്റെ വിലയും. ഏട്ടന്റെ വലിയ ഫാനാണ് എന്റെ ഭാര്യ. പൂജാമുറിയിൽ ദൈവങ്ങൾക്കൊപ്പമാണ് ഏട്ടന്റെ ഫോട്ടോ അവൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആനന്ദ് വർമ്മ എന്റെ പരിചയക്കാരനാണെന്ന് അറിഞ്ഞാൽ അത് ഞങ്ങളുടെ ബന്ധത്തില് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഏട്ടൻ എന്നെ വിളിക്കില്ലേ? എന്നേട്ടൻ എന്നെ വിളിക്കില്ലേ? ഏട്ടന്റെ മോഹം കണ്ടാലറിയാൻ എന്നെ വിളിക്കുന്നു. വിളിക്കും. കൊള്ളാലോ. ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. എത്രയോ പേർക്ക് എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന ആളാ വർമ്മേട്ടൻ. ഒറ്റ വാക്കുകൊണ്ട് ഒരാളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് തീർക്കാന്ന് പറഞ്ഞ പുണ്യല്ലേ വർമ്മേട്ട? എന്തൊക്കെയാണ് പറയുന്നത്? ഇത് കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിയില്ല. ഒന്നാമത് ഞാൻ ഒരുപാട് സംസാരിക്കാത്ത ഒരാളാണേ. പിന്നെ ഞാൻ വിശ്വസിച്ച് പോവാണ്. എന്റെ പേര് മറക്കരുത്, നരൻ. NARAN, നരൻ. അല്ലെങ്കിൽ വേണ്ട, വാനരന്റെ വാ കട്ടിയാൽ മതി, നരൻ. എല്ലാം കൂടി മൊത്തം കൺഫ്യൂഷൻ ഉണ്ടല്ലേ. വേറെ ഇപ്പൊ എന്താ ആലോചിക്കാമോ? ഓക്കെ, ജോഷി സാറിന്റെ മോഹൻലാൽ പടം നരൻ. ഓക്കെ അല്ലേ മോനെ ദിനേശ? അത് ഫിക്സ്, മറക്കരുത്. ഞാനൊരു വേഴാമ്പലപ്പല്ല അങ്ങോട്ട് പോവാണ്. ചൈച്ചക്കല്ലേ വിളിച്ചേക്കണേ. ഇവിടെ അല്ല, അവിടെ വന്ന് വിളിക്കണം. പിന്നെ മിസ്റ്റർ വേണ്ടട്ടാ, ഈ ഇന്റിമസി പോവും. എല്ലാരോടും ഷറാക്കിക്കണേ. ഒന്ന് പറഞ്ഞേ, നരൻ. അതെ, ബടി പോലെ ഇരിക്കല്ലേ. ഒന്ന് ഷറാക്കിക്കണേ എന്ന് വെച്ചാൽ എല്ലാവരും കൂടി കുറച്ചിട്ട് നരൻ എന്ന് വിളിച്ച് കൊളാക്കല്ലേ. പ്രാക്ടീസ് ചെയ്യ്. Passenger traveling on Indigo Airline 6E422 to Bangalore is kindly requested. സോറി, ഉറങ്ങാണോ നോക്കിയതാ. അഞ്ജലി, ഞാൻ ഒരാളെന്തെങ്കിലും പറയാൻ വരുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈൽ പോലെ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുന്നത് ഭയങ്കര ബോറാണ്. അഞ്ജലി, ഞാനൊരു മനുഷ്യനാണ്. ഞാൻ പറയുന്നു കേൾക്കും. പ്രോബ്ലം ഉണ്ട്. ഇതെന്റെ ഭാര്യയാണ്. ഇവളുടെ അച്ഛൻ എനിക്ക് 50 ലക്ഷം രൂപ ശ്രീധനായിട്ട് തരാൻ പറ്റും. ഇൻസൾട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുക പൂവാലൻ. സ്വന്തമായിട്ട് ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് അതൊക്കെ സത്യമൊന്നും കരുതരുത്. ചിലപ്പോൾ പാടെ തെറ്റായിരിക്കും. മറ്റുള്ളവർക്ക് പറയാനുള്ളതും കൂടി കേൾക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. അത് മനസ്സിലാക്കണം.
പുതിയ എന്തെങ്കിലും നുണയായിരിക്കും പറയാനുള്ളത്. എൻ്റെ അമ്മേ Passengers ഈ താടി പിശാശ് എവിടെ പോയി കിടക്കുക വല്ല ഓട് വഴി ഫ്ലൈറ്റ് പിടിച്ച് പോയാ യെസ് ഐ നോ ദീസ് വേർഡ്സ് ആർ കമ്മിങ് ഔട്ട് ഓഫ് എ പ്രജുഡീസ് മൈൻഡ്. ഞാനിപ്പോ ചങ്കെടുത്ത് കാണിച്ചാലും അഞ്ജലിക്ക് അത് ചെമ്പരത്തി പോയിട്ട് തോന്നും. എന്റെ നിലയോ വിലയോ അക്കാഡമിക് എക്സലൻസോ അഞ്ജലിയുടെ മുമ്പിൽ എടുത്തു കാട്ടി ഞാൻ ആളാവാൻ വന്നിട്ടില്ല. 100 കണക്കിന് മൾട്ടിനാഷണൽ കമ്പനികൾ സേവനം കാത്ത് ക്യൂ നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ കൺസൾട്ടന്റ് ആണ് ഞാൻ. അവരുടെ ഓഫറുകൾ നിരസിച്ച് ഞാൻ ഈ നഗരത്തിൽ തന്നെ ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അഞ്ജലി ജോലി ചെയ്യുന്ന നഗരമാണിത്. പണവും പദവിയൊന്നുമല്ല എനിക്ക് പ്രധാനം. സോറി സാർ, വെടിവെച്ചിടരുത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോബ്ലം. സി അഞ്ജലി, കോർപ്പറേറ്റ് ലോകത്തെ ജാടകൾ കാണിച്ച് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അഞ്ജലി എന്നെ വില വെച്ചേനെ. ബട്ട് ഐ പ്രിഫർ ടു ബി ഹംബിൾ ആൻഡ് സിമ്പിൾ ബിഫോർ യു. യു നോ, ലുക്കിലൊന്നും ഒരു കാര്യമില്ല. ഫോർ എ സ്കാമ്പിൾ ഐ മീൻ എക്സാമ്പിൾ. എബ്രഹാം ലിങ്കൺ ഒട്ടിയ കബിൾ, ചപ്പിയ താടി, ലുക്ക് ഉണ്ടായിരുന്നോ? സി, കാണുന്നതിനപ്പുറമാണ് കുട്ടി കാര്യങ്ങൾ. നരൻ, യെസ്, how are you? Hi doll. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? സി വർമ്മ, നൗ ഐ ആം ടോക്കിംഗ് വിത്ത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഇൻ മൈ ലൈഫ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ അഗൈൻ. കോടികളെക്കാൾ വിലയുണ്ട് എനിക്ക് നിമിഷങ്ങൾക്ക്. പ്ലീസ് ലീവ് മീ അലോൺ മാൻ. നരൻ, ഇത് വാട്ട് ഇത്? യെസ് ഐ നോ ഹിം. ആനന്ദ് വർമ്മ, വർമ്മ ഡിസൈൻസ്, ഫാഷൻ ടൈക്കൂൺ. സോ വാട്ട്? മനുഷ്യന് മനസ്സമാധാനം തരട്ടെ. രത്തൻ ടാറ്റ, ആദിത്യ ബിർള, മഹീന്ദ്ര, എല്ലാവരുടെ മനുഷ്യന് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് ഈ അഞ്ജലിയാണ്. അതിനേക്കാൾ വലിയ വില ഞാൻ ആർക്കും കൊടുക്കില്ല. അത് ആനന്ദ് വർമ്മ ആയാലും ശരി, അംബാനി ആയാലും ശരി. I'm sorry. It's okay. Leave it. Go, man. Sorry. Excuse me. Okay. No problem. Please leave us. Please. Okay, sorry പറഞ്ഞു വരാം, സമയം കളയാം. അഞ്ജലിക്ക് ഞാൻ പറഞ്ഞ് വിശ്വസിക്കാതിരിക്കാം. ബാംഗ്ലൂർക്ക് പോവാം. That's up to you. അത് തടയാനൊന്നുമല്ല ഞാൻ വന്നത്. എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ അഞ്ജലി പോയി കഴിഞ്ഞാൽ സത്യം അറിയാതെയാണല്ലോ അഞ്ജലി പോകുന്നതെന്നുള്ളൊരു സങ്കടം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇപ്പം എനിക്ക് സമാധാനമായി. ഇനി ഒരിക്കലും അഞ്ജലിയുടെ ലൈഫിലേക്ക് ഞാനൊരു തടസ്സമായിട്ടുണ്ടാവില്ല. ഗുഡ് ബൈ. ബൈ. ദൈവമേ, ആ വർമ്മത്തിൻ്റെ പഞ്ഞിക്കിടുവോ? നരൻ, अंजलि 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 हो अंजलि 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 പെരുന്നുണപ്പുഴ താണ്ടി ഞാൻ നിൻ കടവിൽ തുഴഞ്ഞു വന്നു ഇന്നലെ